വാർത്ത. കള്ളക്കേസ്, കസ്റ്റഡി, മർദ്ദനം. മാധ്യമപ്രവർത്തകന് നേരെ വനം, പോലീസ് വകുപ്പുകളുടെ പ്രതികാര നടപടി. വനം വകുപ്പിന്റെ വ്യാജ പരാതിയിൽ 24 അതിരപ്പള്ളി പ്രാദേശിക ലേഖകൻ റൂബിൻ ലാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ അർദ്ധരാത്രി വീട് വളഞ്ഞായിരുന്നു അറസ്റ്റ്. കസ്റ്റഡിയിൽ സ്റ്റേഷനിൽ വെച്ച് റൂബിൻ ലാലിന് മർദ്ദനമേറ്റത് പ്രതിഷേധത്തിന് കാരണമായി. ഇതിനിടെ റൂബിന്റെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കാനായി മാറ്റി. ഇന്നലെ രാത്രിയാണ് റൂബിൻ ലാലിനെ അതിരപ്പള്ളി സിഐയുടെ നേതൃത്വത്തിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റിന് മുൻപ് പാലിക്കേണ്ട ചട്ടങ്ങളൊക്കെ കാറ്റിൽ പറത്തിയായിരുന്നു നടപടി. പോലീസ് വാഹനത്തിലേക്ക് കയറ്റുമ്പോൾ റൂബിൻ ലാലിനെ മർദ്ദിച്ചതായി ആക്ഷേപമുണ്ട്. റൂബിന്റെ ഫോൺ പോലീസ് എറിഞ്ഞു തകർക്കുകയും ചെയ്തു. സ്റ്റേഷനിലെത്തിച്ച ശേഷവും സിഐയുടെ നേതൃത്വത്തിൽ അസഭ്യവർഷവും മർദ്ദനവും ഉണ്ടായതായി റൂബിൻ ലാൽ വ്യക്തമാക്കി. രാത്രി മുഴുവൻ അടിവസ്ത്രം മാത്രം ഇടാൻ നൽകിയെന്നും റൂബിൻ പറഞ്ഞു. മർദ്ദനം എന്നെ കഴുത്തി പിടിച്ച് ഞെക്കിയിരുന്നു. കുറെ നേരം കഴുത്തി പിടിച്ചു. ഇങ്ങനെ സി ഐ ആണ് ഉന്തിയത്. അതെ, അടിവസ്ത്രത്തിലാണ്. ഇത്രയും നേരം അടിവസ്ത്രത്തിലാണ്. ഷർട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്നെ വീട്ടിൽ നിന്ന് കയറ്റി കൊണ്ടുവന്നത്. എന്നെ മർദ്ദിച്ചിരുന്നു. വീട്ടിൽ നിന്ന് അസഭ്യം പറഞ്ഞിരുന്നു. തന്നെ ഒരുപാട് അസഭ്യം പറഞ്ഞു. എന്നെ കഴുത്തിന് പിടിച്ച് ഞെക്കി കൊല്ലും എന്ന് പറഞ്ഞു. അതേസമയം ഉച്ചയോടെ ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ റൂബിൻ ലാലിനെ കോടതി റിമാൻഡ് ചെയ്തു. റൂബിന്റെ ജാമ്യാപേക്ഷ നാളെ തന്നെ കോടതി പരിഗണിക്കും. പോലീസ് മർദ്ദനത്തിൽ വിശദമായ മൊഴി രേഖപ്പെടുത്താനും കോടതി നിർദ്ദേശിച്ചു. ഇന്നലെ കാട്ടുപന്നി വാഹനമിടിച്ചു കിടക്കുന്ന ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നതിനിടെ റൂബിൻ ലാലിനെ വനം ഉദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ വനം മന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം അട്ടിമറിക്കുന്നതിനായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരാതി നൽകിയത്. 24 തൃശൂർ. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ കയ്യേറ്റത്തിന്റെ വാർത്ത നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തെങ്കിൽ ഇന്ന് അതിന് തുടർച്ചയായി പുറത്തുവന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഞെട്ടിക്കുന്ന അതിക്രൂര കാടത്തം നിറഞ്ഞ മർദ്ദനത്തിന്റെ വിവരമാണല്ലോ. പോലീസ് സ്റ്റേഷൻ ഒരു മാനദണ്ഡവും പാലിക്കാതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പിന്നീട് നടന്ന സംഭവങ്ങളുടെ വിവരങ്ങൾ. ഇതിന് പിന്നിൽ എന്താണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്? നേരത്തെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് റൂബിൻ ലാലുമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഈ കള്ളക്കേസിലേക്ക് എത്തിയത് എന്ന് വ്യക്തമായി വരുന്നു. കാരണം ഈ തവണ എങ്ങനെയും റൂബിൻ ലാലിനെ പെടുത്തുക, കുടുക്കുക എന്നുള്ളതായിരുന്നു ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ലക്ഷ്യമിട്ടത്. അതിനുവേണ്ടി ഇങ്ങനെയൊരു സംഭവം നടന്നതിന് തൊട്ട് പിന്നാലെ, അതായത് മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ വാർത്ത ശേഖരിക്കാൻ പോകുന്നു, അവിടെ വെച്ച് ഉദ്യോഗസ്ഥർ തടയുന്നു, തൊട്ടു പിന്നാലെ മന്ത്രി ഇടപെടുന്നു. മന്ത്രി കൂടി ഇടപെട്ടതോടുകൂടി ആ വിഷയത്തിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. ഈ തല്ലൊക്കെ കിട്ടിയെന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ആശുപത്രിയിൽ പോലും പോകുന്നില്ല, ഒരു കേസ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. പക്ഷേ പിന്നീട് ഒരു 12 മണിയോടുകൂടിയാണ് ഈ ഗൂഢാലോചന നടക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും തിരുവനന്തപുരം വനമാസ്ഥാനത്തു നിന്നും ആരോ, അത് ഉന്നത ഉദ്യോഗസ്ഥരിൽ ആരോ ഒരാൾ SP-യെ വിളിക്കുന്നു, തൃശൂർ റൂറൽ SP-യെ വിളിക്കുന്നു. SP ഈ CI-യോട് കേസുമായി മുന്നോട്ട് പോകാൻ, ആക്ഷൻ എടുക്കാൻ നിർദ്ദേശം നൽകുന്നു. തുടർന്നാണ് വൈകുന്നേരത്ത് FIR ഇടുകയും 2 FIR ഇട്ടു. അതിൽ റൂബിൻ ലാലിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം FIR ഇട്ടു. തുടർന്ന് വകുപ്പ് ഉദ്യോഗസ്ഥർ കുറച്ചുപേർ ആ സ്റ്റേഷനിൽ വരുന്നു, CI-യുമായി സംസാരിക്കുന്നു. തുടർന്ന് CI റൂബിൻ ലാലിനോട് അവിടെ എത്താൻ ആവശ്യപ്പെട്ടെങ്കിലും റൂബിൻ ലാൽ ചെന്നില്ല. പിന്നാലെ വനം ഉദ്യോഗസ്ഥർ അറസ്റ്റ് ഇന്ന് വേണമെന്ന തരത്തിൽ പ്രഷർ ചെലുത്തുന്നു. രാത്രി അമ്മ മാത്രം വീട്ടിലുള്ളപ്പോൾ ഈ റൂബിൻ ലാലിനെ വീട്ടിൽ നിന്നും പിടിച്ചിറക്കിക്കൊണ്ടു പോവുകയാണ് ഉണ്ടായത്. വസ്ത്രം ധരിക്കാൻ അനുവദിച്ചില്ല, ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു. അത്തരത്തിൽ നിരവധിയായ അതിക്രമം റൂബിൻ ലാലിനോട് കാണിച്ചു. മർദ്ദനത്തിന് വിധേയനായി അസഭ്യവാക്കുകൾ ഉപയോഗിച്ചു. തുടർന്ന് സ്റ്റേഷനിൽ കൊണ്ടുചെന്ന അടിവസ്ത്രത്തിൽ രാവിലെ മുതൽ നിർത്തി എന്നുള്ളതാണ് ഏറ്റവും ഹീനമായ കാര്യം ഈ CI-യുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയുണ്ടായത്. ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. നാളെ ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കും എന്നാണ് മനസ്സിലാകുന്നത്. പോലീസ് മർദ്ദനത്തെ സംബന്ധിച്ച് മൊഴി റൂബിൻ ലാലിൽ നിന്നും ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യാപകമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർന്നു വന്നിട്ടുമുണ്ട്. റൂബിൻ ലാലിന്റെ ജാമ്യാപേക്ഷ നാളെ കോടതി വീണ്ടും പരിഗണിക്കും. റൂബിൻ ലാലിനെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്തതിൽ അതിനിടെ വ്യാപക പ്രതിഷേധമുയർന്നു. ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിന്റെ നിയന്ത്രണത്തിലാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ഫാസിസ്റ്റ് നടപടിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ വിമർശിച്ചു. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കിഫ പ്രതിഷേധ മാർച്ച് നടത്തി. വ്യാജ പരാതി കിട്ടിയതും കൊടും കുറ്റവാളിയെപ്പോലെ മാധ്യമപ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലെത്തിച്ച് പീഡിപ്പിച്ച അതിരപ്പള്ളി പോലീസിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ആഭ്യന്തര വകുപ്പിനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. ദൃശ്യമാധ്യമ പ്രവർത്തകനെ, പ്രാദേശിക പ്രവർത്തകനെ രാത്രി അതിക്രമിച്ചു കാട്ടിൽ കടന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി അടിവസ്ത്രത്തിൽ നിൽക്കുകയാണ്. കാരണം പരാതി പറയാൻ പാടില്ല. ഇതാണ് നടക്കുന്നത്. ഞങ്ങൾ ഉന്നയിച്ച ആരോപണം എന്താ? ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ്.
ഫാസിസത്തിന് പുതിയ ഉദാഹരണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. ജനാധിപത്യമൊക്കെ പൂത്തുലയല്ലേ ഇവിടെ, പത്രസ്വാതന്ത്ര്യമൊക്കെ. അതുകൊണ്ട് ഇതാണ് കേരളത്തിന്റെ യഥാർത്ഥ മുഖം. പറയുന്നത് അവിടെ ഫാസിസം, ഇവിടെ ഫാസിസം എന്നൊക്കെ പറയും. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഫാസിസം ഗവൺമെന്റ് നടപ്പാക്കുന്നത്. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കർഷക സംഘടനയായ കിഫ പ്രതിഷേധ മാർച്ച് നടത്തി. ഫോറസ്റ്റിന്റെ കാട്ടിൽ മതി കാട്ടുനീതി, മനുഷ്യജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക. ഫോറസ്റ്റുകാരുടെ ഇത്തരം പ്രശ്നങ്ങൾ നിരന്തരം മീഡിയയിൽ കൂടെ പുറത്തു വരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് ലാലിനെ പോലെ ഒരു ഇടപെട്ടുകൊണ്ട് 2021 12 പേര് മരിച്ചിട്ട് പിന്നീട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത് ഇത്തരം പ്രവർത്തകർ ഓടി നടന്ന് പ്രവർത്തിക്കുന്നുകൊണ്ടാണ്. ഈ പാവപ്പെട്ട റൂബിലാലിന് എന്ത് നിയമലംഘനമാണ് അദ്ദേഹം നടത്തിയത്? ഞങ്ങൾക്കറിയണം. ജാമ്യമില്ലാത്ത വകുപ്പ്. ഏത് ആനേനെയാണ് വെടിവെച്ചത് അദ്ദേഹം? ഏത് മൃഗത്തെയാണ് ഉപദ്രവിച്ചത്? പോലീസ് നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമെന്നും നടപടി വേണമെന്നും UDF കൺവീനർ MM ഹസൻ പ്രതികരിച്ചു. വന്യജീവി ആക്രമണങ്ങളിൽ ഇടപെടാത്ത വനംവകുപ്പിന് മാധ്യമപ്രവർത്തകനെ കുടുക്കാൻ എന്തിനിത്ര തിടുക്കമെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിച്ചു. അറസ്റ്റ് ദുരൂഹമെന്ന് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫും പ്രതികരിച്ചു. നടപടി മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമെന്ന് KUWJ സംസ്ഥാന ജനറൽ സെക്രട്ടറി കിരൺ ബാബു കുറ്റപ്പെടുത്തി. 24 തൃശൂർ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.